മരണപ്പെട്ട വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ആരും ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ദാ സ്കെയിൽ ഉപയോഗിച്ച് ഞങ്ങൾ നോക്കി, മരണ വീടിന്റെ വേദന ഇത്ര ശതമാനമാണ് എന്ന് ആരും ആരോടും ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല. കാരണം ആ വേദന അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ആരെക്കാളും വ്യക്തമായി അറിയാം. രാഷ്ട്രീയ നേട്ടത്തിന്റെ ഭാഗമായിട്ട് പല മരണ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന നെറികെട്ട രാഷ്ട്രീയക്കാരെ നിങ്ങൾക്കറിയാം ആ വേദനയെക്കുറിച്ച്. മരണവീട്ടിൽ നിന്ന് നിങ്ങൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാൻ വീട് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളും ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. പറഞ്ഞു വരുന്നത് ഹക്ക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും കുടുംബങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വല്ലാത്ത സൈബർ ആക്രമണങ്ങളുടെ നേർക്കാഴ്ചകളെ കുറിച്ച് തന്നെയാണ്. ഹക്ക് മുഹമ്മദും മിഥിലാജും കൊല്ലപ്പെട്ടതിന് ശേഷവും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് വേണം പറയാൻ. അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടതിന് ശേഷം മാധ്യമ വിചാരണ ചെയ്തുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും സൈബർ നാറികൾ വീണ്ടും വീണ്ടും അവരെ കൊല ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹത്തിനരികിൽ അയാളുടെ ചെറുപ്രായമുള്ള കുട്ടി വന്നിട്ട് ദാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണ് എൻ്റെ ഉപ്പക്ക് സംഭവിച്ചത്, എന്താണ് എൻ്റെ അച്ഛന് സംഭവിച്ചത് എന്നും എൻ്റെ കൂടെ ഇരുന്ന് തമാശകൾ പറഞ്ഞ് എന്നോട് കളിച്ചിരുന്ന എൻ്റെ ഉപ്പ, എൻ്റെ അച്ഛൻ ഇന്നൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്തു പറ്റി എന്നുള്ള ഒരു ചിന്തയിലൂടെ സ്വന്തം പിതാവ് മരിച്ചു എന്ന് പോലും അറിയാതെ ഉപ്പയെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഭീകരമായ വേദനയുടെ യാതനയുടെ അവസാന കാര്യം വിളിച്ചോതുന്ന ചിത്രം നവമാധ്യമങ്ങളെ കാർന്ന് തിന്നിരുന്നു. മനുഷ്യത്വമുള്ള മനുഷ്യരുടെ ഹൃദയം കീറി മുറിച്ചിരുന്നു. ചോദ്യം വന്നു, എന്തിനാണ് ഈ നെറികെട്ട രാഷ്ട്രീയമെന്ന മറ്റൊരു ചിത്രം വന്നു. സ്വന്തം ഭാര്യ, എന്നും കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, എന്നും കൂടെ തന്നെ ആശ്വസിപ്പിച്ചിരുന്ന ഭർത്താവ്, തന്റെ വിഷമങ്ങൾ, തന്റെ സങ്കടങ്ങൾ, തന്റെ സ്വപ്നങ്ങൾ, തന്റെ ജീവിതം പോലും പരസ്പരം പങ്കുവെച്ച് പുതിയ കാലത്തിലേക്ക് കടന്നു പോകാൻ തന്റെ ഇടവും വലവും ഒരാളുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് കളങ്കമില്ലാത്ത സ്നേഹം നൽകിയിരുന്ന ഭാര്യയും ഭർത്താവും, അവരിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ആ ഭാര്യ ആ മൃതദേഹത്തിനരികിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിന്റെ ചിത്രവും നവമാധ്യമങ്ങളെ കാർന്നു തിന്നു. തന്റെ പ്രിയതമന് അവസാന യാത്ര, സ്നേഹം മനസ്സിൽ നിന്ന് കവിഞ്ഞൊഴുകി ആ സ്നേഹം വികാര നിർഭരമായി മാറിയപ്പോൾ, സ്നേഹം കണ്ണീരോട് കൂടിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. അവസാന രംഗം അതായിരുന്നു. ഹക്ക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും മൃതദേഹങ്ങൾ നേരിട്ടത് ഈ ഒരു വേദനയുടെ മുഖം തന്നെയായിരുന്നു. അങ്ങനെ ആ രണ്ട് കുടുംബങ്ങളും ആ സങ്കടക്കടലിൽ നിന്ന് ഇതുവരെ നീന്തിക്കയറാതെ ആ സങ്കടക്കടലിൽ തന്നെ മുങ്ങിത്താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ദാ നെറികെട്ട രാഷ്ട്രീയക്കാർ, നെറികെട്ട രാഷ്ട്രീയ നരഭോജികളുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹക്ക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും കുടുംബങ്ങൾ ആ സങ്കടക്കടലിൽ നിന്ന് പൊങ്ങി വരാതെ സങ്കടക്കടലിൽ മുങ്ങിത്താഴ്ന്നു നിൽക്കുന്ന സമയത്ത് വിളിച്ചു കൂവി ചില നരഭോജികൾ പറയുകയാണ്, ഹക്ക് മുഹമ്മദും മിഥിലാജും ഗുണ്ടകളായിരുന്നു പോലും, കൊല്ലപ്പെടേണ്ടവരായിരുന്നു പോലും, അത്തരത്തിലുള്ള ചെയ്തികൾ ഉണ്ടായിരുന്നു പോലും. നെറികെട്ട രാഷ്ട്രീയക്കാരെ മിണ്ടാതിരുന്നുകൂടെ? അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ട, അവരെ ആശ്വസിപ്പിക്കേണ്ട, അവരെ സ്വാന്തനിപ്പിക്കേണ്ട, അവരുടെ കുടുംബത്തിന് പണമോ സ്ഥലമോ ഒന്നും നൽകേണ്ടതില്ല, മറിച്ച് മിണ്ടാതിരുന്നുകൂടെ?
ആ കുടുംബത്തിന്റെ സങ്കടത്തിന്റെ ഭാഗമായി കൂടെ എന്തിനാണ് ആ 2 കൊലപാതകങ്ങളെയും വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് സൈബർ രംഗത്ത് നിന്ന് സ്വയം രാഷ്ട്രീയ നേതാവായി ചമയാൻ വേണ്ടിയിട്ട്, സ്വന്തം നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റുകളോ സെക്കൻഡുകളോ ദൈർഘ്യമുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് PR വർക്കിന് വേണ്ടിയിട്ട് എന്തിനാണ് ആ പാവങ്ങളെ ഉപയോഗിക്കുന്നത്? നെറികെട്ട രാഷ്ട്രീയമുണ്ടല്ലോ. ഇതല്ല രാഷ്ട്രീയം, ഇതല്ല രാഷ്ട്രീയക്കാരൻ. ഇങ്ങനെയല്ല രാഷ്ട്രീയം ചെയ്യേണ്ടത്. കൊല്ലപ്പെട്ടവന്റെ വീട് സന്ദർശിച്ചിട്ട് പൊട്ടിക്കരയുന്നവന്റെ പ്രിയതമന്റെ മുന്നില് ഒരൽപ്പം ആശ്വസിപ്പിക്കാവുന്ന വാക്കുകൾ നൽകുന്നിടത്താണ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ശരി. ഉപ്പയെ കാണാതെ, പിതാവിനെ കാണാതെ, എന്ത് സംഭവിച്ചു എന്നറിയാതെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുടുചുംബനം നൽകിയിട്ട് അവരോട് മനസ്സുകൊണ്ട് പറയാൻ പറ്റണം, നിനക്ക് ഞാനുണ്ട് എന്ന്. ഇതാണ് രാഷ്ട്രീയക്കാരൻ, ഇതാണ് രാഷ്ട്രീയക്കാരൻ, ഇതാണ് ആർജവമുള്ള രാഷ്ട്രീയക്കാരൻ. അല്ലാതെ കൊല്ലപ്പെട്ടതിന് ശേഷവും ആ 2 മൃതശരീരങ്ങളെ സൈബർ രംഗത്ത് വലിച്ചു കീറിയിട്ട് അതിനെ കൊന്നു തിന്നിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി, ഇടതുപക്ഷക്കാരനായാലും ശരി, വലതുപക്ഷക്കാരനായാലും ശരി, ഇത് രാഷ്ട്രീയമല്ലടോ. ഇതൊക്കെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന കുഴലൂത്ത് നാടകമാണ്. ഈ നാടകമൊക്കെ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആരാണ് നല്ലവർ, ആരാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞ് സമയത്തിനൊത്തിട്ട് വോട്ട് രേഖപ്പെടുത്തി കൊടുക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള മലയാള ജനതയുണ്ട്. അവർ നിങ്ങളെ വിചാരണ ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. കാരണം അവർ ഒരുപാട് അവസ്ഥകൾ കണ്ടു. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും, ഇരട്ട കൊലപാതകമായാലും ഒറ്റപ്പെട്ട കൊലപാതകങ്ങളായാലും അതിലൊക്കെ നിങ്ങൾ കാണുന്നത് എന്ത് എന്ന് വളരെ വ്യക്തമായി പ്രബുദ്ധ മലയാളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മലയാളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇടതും വലതുമല്ലാത്ത സ്ഥാനാർത്ഥികളെ അവർ അന്വേഷിച്ച് നടക്കുകയാണ്. 2ലും സ്ഥാനാർത്ഥികൾ വരുന്നത് കൊണ്ട് അവരിൽ നിന്ന് നല്ലവരെ തിരഞ്ഞെടുക്കുന്നു എന്നല്ലാതെ മൊത്തത്തിൽ നല്ലതില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും തിരിച്ചറിയുക. ഈ പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലോ, ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുഴിമാടത്തിലേക്ക് അവരുടെ മൃതശരീരങ്ങൾ കടന്നുപോയതിന് ശേഷം കപട ഡോക്ടർമാരുടെ വേഷം അണിഞ്ഞുകൊണ്ട് സൈബർ രംഗത്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലോ, അതിന്റെ വേദന അറിയണമെന്നുണ്ടെങ്കിൽ കൂടെയുള്ളവൻ നഷ്ടമാകണം, കൂടപ്പിറപ്പ് നഷ്ടമാകണം, കുടുംബക്കാരൻ ഇല്ലാതെയാകണം, പ്രിയതമൻ പ്രിയതമ നഷ്ടമാകണം. എന്നാൽ മാത്രമേ ഇതിന്റെ വേദന നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ. ആർക്കുമൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, ആർക്കുമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രബുദ്ധ മലയാളികളിൽ ഒരാളായതുകൊണ്ടാണ് ഈ ഒരു വികാര പ്രകടനം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.